ഹലോ ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. റീഗൽ അക്കാദമി കോളേജിന്റെ പുതിയൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിപ്പോൾ ഇന്ന് ഇംഗ്ലീഷിലെ പുതിയ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സുകളാണ് നമുക്ക് ഇവിടെ നോക്കാൻ പോകുന്നത്. അതിലെ ഫസ്റ്റ് 2 ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് TMA പോർഷനാണ്. നമുക്കിന്നിവിടെ മൂന്നാമത്തെ ചാപ്റ്ററായ ആൻ അസ്ട്രോളജിസ്റ്റ് ഡേ നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പോൾ നമുക്ക് ഈ പുതിയ സിലബസ് പരിചയപ്പെടുന്നതിന് നമുക്ക് ക്ലാസ്സിലോട്ട് പോകുന്നതിന് മുമ്പായി പുതിയ സിലബസിൽ നിങ്ങൾക്ക് 27 ചാപ്റ്റേഴ്സ് ഉണ്ട് പഠിക്കാൻ. അതിൽ 11 ചാപ്റ്റേഴ്സോളം നിങ്ങൾക്ക് TMA പോർഷനും ബാക്കി ചാപ്റ്റേഴ്സാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക നമ്മുടെ അതായത് നമ്മുടെ തിയറി ക്ലാസ്സിലോട്ട് പഠിക്കാനുള്ളത്. അപ്പൊ ആദ്യത്തെ 2 ചാപ്റ്റേഴ്സ് TMA ആയതുകൊണ്ട് അത് ഞാൻ ഇപ്പോൾ എടുക്കുന്നില്ല. നമുക്കിപ്പോ മെയിൻ ആയിട്ട് തിയറി ക്ലാസ്സിന് വരുന്ന ആൻ അസ്ട്രോളജിസ്റ്റ് ഡേ എന്ന് പറയുന്ന മൂന്നാമത്തെ ചാപ്റ്ററാണ് നമുക്ക് ഇന്നിവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ക്ലാസ്സിലേക്ക് പോകാമല്ലോ. നോക്കുക, ഈ ചാപ്റ്റേഴ്സിൽ തന്നെയുണ്ട് ആൻ അസ്ട്രോളജിസ്റ്റ് ഡേസ്. എന്താണ് ആൻ അസ്ട്രോളജിസ്റ്റ് ഡേ? ഒരു ജ്യോതിഷന്റെ ഒരു ദിവസം അല്ലെങ്കിൽ ജ്യോതിഷന്റെ ഒരു ദിവസത്തെ കാര്യം പറയുന്നതാണ് ഈ ചാപ്റ്ററിൽ വരുന്നത്. ഇത് ആരാണ് എഴുതിയത് അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ കഥാതന്തു, എന്തൊക്കെ കാര്യങ്ങളുണ്ട് നമുക്ക് ആദ്യം പരിചയപ്പെടാം. അതിനുശേഷം നമുക്ക് ഇതിന്റെ 5 ക്വസ്റ്റ്യൻ ആൻസറിലോട്ട് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഇതിലറിയാന്നുള്ളത് ഇതൊരു ഷോർട്ട് സ്റ്റോറിയാണ്. ഈ ഷോർട്ട് സ്റ്റോറി എന്ന് പറയുന്ന ആസ്ട്രോളജിസ്റ്റ് ഡേ ഹാസ് ബി റിട്ടേൺ ബൈ ഇന്ത്യൻ റിനൗഡ് നമ്മുടെ റൈറ്ററായ RK നാരായണൻ എന്ന് പറയുന്ന ആളാണ് ഇത് എഴുതിയിട്ടുള്ളത്. ആരാണ്? ഇന്ത്യയിലെ ഫേമസ് ആയിട്ടുള്ള റൈറ്റർമാരിൽ ഒരാളായ ആരാണ് എഴുതിയിട്ടുള്ളത്? RK നാരായണൻ എന്ന് പറയുന്ന ഒരു പോയറ്റാണ് ഈ ഒരു ഷോർട്ട് സ്റ്റോറി നോവല് നമുക്ക് എഴുതിയിട്ടുള്ളത്. ഇതിൽ നമുക്ക് പറയാൻ പോകുന്നത് ഇതിൽ കുറച്ച് ഐറണി ഉണ്ടാവും, പിന്നെ സെൽഫിഷ്നെസ് ഉണ്ടാവും, കൂടാതെ നമുക്ക് ഇതിൽ സസ്പെൻസ്, ത്രില്ലർ ഒക്കെ അടങ്ങിയ ഒരു ഷോർട്ട് സ്റ്റോറിയാണ്. അപ്പോൾ ആദ്യത്തെ സെന്റൻസ് നമ്മൾ പറയുകയാണെങ്കിൽ എന്ത് പറയുന്നു? ആൻ അസ്ട്രോളജിസ്റ്റ് ഡേ ഹാസ് ബീൻ റിട്ടേൺ ബൈ എ റിനൗണ്ട് ഇന്ത്യൻ റൈറ്റർ RK നാരായണൻ. This story tells in some thriller, suspense and selfish etc. ഓക്കെ, ഇത് ഒരു കഥ എന്ന് പറയുന്ന ഒരു ഫേക്ക് അസ്ട്രോളജേഴ്സിന്റെ കഥയാണ് ഇന്നിവിടെ ഈ നമുക്കൊരു ചാപ്റ്ററിൽ അദ്ദേഹം നമുക്ക് വരച്ചു കാട്ടുന്നത്. അതായത് ഒരു ജീവിത മാർഗത്തിന് വേണ്ടി ഒരു ജ്യോതിഷിയാവേണ്ടി വന്ന ഒരാളുടെ കഥയാണ് നമുക്ക് ഇന്നിവിടെ പറയാൻ പോകുന്നത്. നമുക്ക് ആദ്യമേ നോക്കാം, ഒരു ജ്യോതിഷാലയത്തിൽ അല്ലെങ്കിൽ ഒരു ജ്യോതിഷി എന്ന് പറയുമ്പോൾ ഈ കഥാതന്തു നടക്കുന്നത് അദ്ദേഹത്തിന് സ്വയം, അതായത് ദിനചര്യക്കുള്ള ഒരു ഇൻകം കിട്ടാൻ വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? ജ്യോതിഷനാവേണ്ടി വരികയാണ്. ഇദ്ദേഹം നാട്ടിൽ നിന്ന് ഒരു കുറ്റം ചെയ്തതിനു ശേഷം വേറൊരു നാട്ടിലോട്ട്, അതായത് 2 ദിവസം വരെ യാത്ര ചെയ്തിട്ട് വേറൊരു നാട്ടിലോട്ട് വന്നിട്ടാണ് ഇദ്ദേഹം എന്ത് ചെയ്യുന്നത്? ഈ ജ്യോതിഷ പരിപാടി നടത്തുന്നത്. അപ്പോൾ അദ്ദേഹം ഒരു ഫേക്ക് അസ്ട്രോളജേഴ്സ് ആണ്. അത് ആദ്യമേ നിങ്ങളുടെ മനസ്സിൽ വേണം. ഇത് യഥാർത്ഥ ഒരു ജ്യോതിഷി അല്ല. ഇയാളുടെ ഒരു നമുക്ക് ജീവിത മാർഗത്തിന് വേണ്ടി ഈ ഒരു ജോബ് സെലക്ട് ചെയ്ത ഒരു വ്യക്തിയാണ് നമ്മുടെ കഥയിലെ പ്രൊട്ടോണിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇദ്ദേഹം ഇവിടെ വന്നതിന് ശേഷം ഇദ്ദേഹം എന്ത് ചെയ്യുന്നു? ഒരു സ്ഥലം, അതായത് നല്ല തിരക്കുള്ള ഒരു സ്ഥലത്തോട്ട് ഈ ഇദ്ദേഹത്തിന്റെ ജ്യോതിഷം പരിപാടി നടത്തുകയാണ്. അതായത് തിക്കും തിരക്കുള്ള 2 വശത്തും പലതരം കച്ചവടങ്ങളുള്ള ഒരു സ്ഥലമാണ് ഇദ്ദേഹം സെലക്ട് ചെയ്യുന്നത്. ഒരു ആൽമരത്തിന്റെ ചുവട്ടിലായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ജ്യോതിഷൻ അവിടെ ഈ പ്രശ്നം പറയാനായിട്ട് ഇരിക്കുമ്പോൾ. അപ്പൊ ഒത്തിരി പേര് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴത്തേക്കും ഈ ഒരു പലതരത്തിലുള്ള കടകളുണ്ട് അവിടെ. നമുക്ക് ഉദാഹരണമായിട്ട് എടുക്കാനാണെങ്കിൽ വൈദ്യശാലകൾ, അതായത് മെഡിക്കൽ ഷോപ്പുകൾ ഉണ്ടാവും. പിന്നെ അതേപോലെ തുണിത്തരങ്ങൾ, അതായത് കുറഞ്ഞ റേറ്റിന് വയ്ക്കുന്ന തുണിത്തരങ്ങൾ വയ്ക്കുന്ന കടകളുണ്ട്. പിന്നെ അതുപോലെ പഴയ സാധനങ്ങൾ ഇപ്പോ ലേലം വെച്ച് വെക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള തുണിക്കടകളും അതേപോലെ ഇതേപോലത്തെ കടകളൊക്കെ തിങ്ങി നെരിഞ്ഞ ആ ഒരു റോഡിന്റെ വക്കത്തില് ഒരു ആൽമരത്തിന്റെ ചുവട്ടിലായിട്ടാണ് ഇദ്ദേഹം എന്ത് ചെയ്യുന്നത്? ഇദ്ദേഹത്തിന്റെ ജ്യോതിഷം സാധനങ്ങൾ, എക്യുപ്മെന്റ്സുമായിട്ട് അവിടെ ഇരിപ്പുള്ളത്. ഇദ്ദേഹത്തിന്റെ തൊട്ട് കടയ്ക്ക് ഇപ്പുറത്തായിട്ട് നമ്മുടെ കപ്പലണ്ടി വിൽക്കുന്ന ഒരാളും ഉണ്ട്. അതായത് കപ്പലണ്ടി കച്ചവടക്കാരൻ. അദ്ദേഹം കടലകൾ വിൽക്കുന്നുണ്ട്. പിന്നെ അതേപോലെ കടല വറക്കുമ്പോഴുള്ള സൗണ്ടുകളുടെ ഇടയിലും അതിന് തൊട്ടടുത്തായിട്ടാണ് ഇദ്ദേഹത്തിന്റെ സ്ഥലം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കച്ചവടക്കാരാണ് ഇദ്ദേഹത്തിന്റെ അടുത്തിരിക്കുന്നത് എന്ന് പറയുന്ന ഒരു കപ്പലണ്ടി കച്ചവടക്കാരന്റെ അടുക്കലായിട്ടാണ് ഇദ്ദേഹം എന്ത് ചെയ്യുന്നത്? സ്ഥിരമായിട്ട് അവിടെ ഇരിക്കാറുള്ളത്. അതുപോലെ ഇദ്ദേഹത്തിന് നല്ല ലൈറ്റിങ്ങോ അങ്ങനെ ഒന്നുമില്ല. പിന്നെ അപ്പുറത്തും ഇപ്പുറത്തും അപ്പുറം ഇപ്പുറമുള്ള കടകളിലെ ലൈറ്റനിങ് വെച്ചാണ് എന്ത് ചെയ്യുന്നത്? ഇദ്ദേഹം ഇരിക്കുന്നത്. അതായത് ഇപ്പൊ ഒരു കച്ചവടക്കാരൻ ഇരിക്കുന്ന, കപ്പലണ്ടിക്കാരൻ ഇരിക്കുന്ന ആ സ്ഥലത്തുള്ള ലൈറ്റിന്റെ പ്രകാശവും അപ്പുറത്തെ ആൾക്കാരുടെ, അതായത് അവര് ചെയ്യുന്ന പണികൾക്ക് അവർക്കുണ്ടല്ലോ ലൈറ്റിങ്, അതിന്റെ പ്രകാശം
ആകാശവെട്ടത്തിലാണ് ഇദ്ദേഹത്തിന് ഇരിപ്പ്. ഒരേ സമയം ഇവരെല്ലാവരും എന്താണ് പോകേണ്ടി വന്നാൽ ഇവരൊക്കെ ലൈറ്റ് ഓഫ് ചെയ്താൽ ഇദ്ദേഹത്തിന് എന്താകാൻ പറ്റത്തില്ല, ലൈറ്റ് ഒന്നും കിട്ടത്തില്ല. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്യണം, ആ ദിവസത്തെ കച്ചവടം മതിയാക്കി അല്ലെ ആ ദിവസത്തെ പരിപാടികൾ മതിയാക്കി ഇദ്ദേഹത്തിന് വീട്ടിലോട്ട് പോകേണ്ടതായിട്ട് വരും. അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് അദ്ദേഹത്തിന്റെ ഇരിപ്പ്. അതായത് ആൽമരത്തിന് ചുവട്ടിലായി ഒരു അതായത് കപ്പലണ്ടി കച്ചവടക്കാരന്റെ അടുത്തായിട്ടാണ് ആരിയ്ക്കുന്നത്, ഈ കഥാനായകൻ നമ്മുടെ മുഖ്യ കഥാപാത്രമായ അസ്ട്രോളജർ അവിടെ ഇരിപ്പുണ്ട്. അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസമാണെങ്കിൽ ഒരു സ്ട്രേഞ്ചർ എന്ത് ചെയ്യുന്നുണ്ട്, ഇദ്ദേഹം അവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഒരു എക്യുപ്മെന്റ്സ്, ഇങ്ങനെ കുറെ എക്യുപ്മെന്റ്സ് ഉണ്ട്. നമുക്കറിയാം ഒരു ജ്യോതിഷി എന്ന് പറയുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന്റെ രൂപം എങ്ങനെയായിരിക്കും നിങ്ങൾ സങ്കല്പിക്കുക, അദ്ദേഹത്തിന് കുറച്ച് ക്രൗണി ഷെൽസുകൾ ഉണ്ടാവും അല്ലെ, കുറച്ച് നിരത്താൻ വേണ്ടിയുള്ള അക്യുമെന്റ്സ് ഏതൊക്കെ ക്രൗഡി ഷെൽസുകൾ ഉണ്ടാവും. പിന്നെ എന്താണ്, മിസ്റ്ററീസ് ആയിട്ടുള്ള ചാർട്ടുകൾ ഉണ്ടാവും. പിന്നെ വേറെ എന്താണുള്ളത്, ബണ്ടിൽ ഓഫ് പൾമേറ റൈറ്റിംഗ്സ് അല്ലെ, പനയോല ഗ്രന്ഥങ്ങൾ, നോട്ട് ബുക്കുകൾ, പിന്നെ ഒരു സ്ക്വയർ ടൈപ്പിലുള്ള നമ്മുടെ ചാർട്ട് അല്ലെ, ഇതൊക്കെ ഒരു തുണി, അതെല്ലാം എന്താണ് ഇദ്ദേഹത്തിന് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ എന്തൊക്കെ എക്യുപ്മെന്റ്സ് ആണ് ഇദ്ദേഹത്തിന് ഉണ്ടായിരിക്കുന്നത്, ഈ ക്രൗണി ഷെൽസ് ഉണ്ടായിരിക്കും, സ്ക്വയർ പീസ് ഓഫ് ക്ലോത്ത് വിത്ത് ഒബ്സർവ് മിസ്റ്ററി ചാർട്ട് ഓൺ ഇറ്റ്, പിന്നെ നോട്ട്ബുക്ക് ഉണ്ടായിരിക്കും, ആൻഡ് ലാസ്റ്റ് വൺ ഈസ് എ ബണ്ടിൽ ഓഫ് പൾമേറി റൈറ്റിംഗ്സ് അല്ലെ. അതെന്തൊക്കെയാണ് ഉണ്ടായിരിക്കുന്നത്, ക്രൗണി ഷെൽസ് മീൻസ് എന്താണ്, നിരത്തുന്ന എന്താ പറയണേ, നമ്മൾ കക്കയിൽ നിന്നൊക്കെ എടുക്കുമ്പോഴത്തെ സംഭവം ഉണ്ടല്ലേ, അതിനാണ് എന്ത് പറയുന്നത്, ക്രൗണി ഷെൽസുകൾ ഉണ്ട്. പിന്നെ ഉള്ളത് സ്ക്വയർ പീസ് ഓഫ് ക്ലോത്ത്സ്, ഒരു ചതുരാകൃതിയിലുള്ള പീസ് ഓഫ് ക്ലോത്ത്സ്, അതിലാണെങ്കിൽ എന്താണ് അവ്യക്തമായിട്ടുള്ള കുറച്ച് അതില് മിസ്റ്റീരിയസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും. പിന്നെ ഒരു നോട്ട്ബുക്ക് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. പിന്നെ എന്താ ബണ്ടിൽ ഓഫ് പൾമേറി റൈറ്റിംഗ്സ്, കുറച്ച് പനയോലകൾ, ഇതെല്ലാം വച്ചിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, ആ സ്ഥലത്ത് സ്റ്റിക്ക് ഓൺ ആയിരിക്കുന്നത്. അപ്പൊ ഇത്രയും എക്യുപ്മെന്റ്സ് അദ്ദേഹം വന്നിരിക്കുമ്പോൾ തന്നെ ഇതിലൊക്കെ വിരിച്ച് ആ ഒരു ക്ലോത്തിന്റെ അകത്ത് കുറച്ച് മിസ്റ്റീരിയസ് ആയിട്ട് അങ്ങോട്ട് നിൽക്കുന്ന ചക്രങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിലൊക്കെ നിരത്തിയൊക്കെ വെച്ചതിന് ശേഷം കുറച്ച് പനയോല, നോട്ട്സ്, ഇതൊക്കെ എടുത്ത് സെറ്റിൽ ചെയ്ത് അദ്ദേഹം ഇരിക്കും. പിന്നെ അദ്ദേഹത്തിന്റെ മുഖഭാവം എന്ന് വെച്ചാല് നെറ്റിയിൽ നല്ല ചാര നിറത്തിൽ, അതായത് ഭസ്മം പോലത്തുള്ള സംഭവം എന്ത് ചെയ്തും പൂശിയിരിക്കുന്നു, നല്ല ഒരു കുറി തൊട്ടിട്ടുണ്ടായിരിക്കും. അങ്ങ് അദ്ദേഹത്തിന്റെ കണ്ണുകൾക്ക് പ്രത്യേകമായ തിളക്കവും ഉണ്ടായിരിക്കും. ഇതാണ് അദ്ദേഹത്തിന്റെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്, കുറച്ച് എക്യുപ്മെന്റ്സുകളും വെച്ച് അദ്ദേഹം എന്താണ് നല്ല ഐശ്വര്യമായിട്ട് എന്ത് ചെയ്യുന്നു, നെറ്റിയിൽ ഒരു കുറിയൊക്കെ പിടിച്ച്, നെറ്റിയിൽ ഭസ്മമൊക്കെ പൂശിയിട്ട് പിന്നെ എന്ത് ചെയ്യുന്നു, അവിടെ ഒരു കുറിയൊക്കെ വെച്ചിട്ട് നല്ല അദ്ദേഹത്തിന്റെ പ്രത്യേക ആകർഷണം എന്താ, അദ്ദേഹത്തിന്റെ കണ്ണുകൾക്ക് ഒരു പ്രത്യേക തിളക്കം ഉണ്ടായിരിക്കും. അത് തന്നെയാണ് ആൾക്കാരെ, നമ്മുടെ കസ്റ്റമേഴ്സിനെ ഇദ്ദേഹത്തിലോട്ട് ആകർഷിക്കാനുള്ള പ്രധാന കാരണം. ഇത്രയും വെച്ചിട്ട് ആ ആൽമരത്തിന്റെ ചുവട്ടിലാണ് ഇദ്ദേഹം ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും എക്യുപ്മെന്റ്സുകളും കൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു, ആൽമരത്തെ ചുവട്ടിലെ അന്നത്തെ ദിവസത്തേക്ക് വേണ്ടി ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ കുറച്ചു സമയം കഴിയുമ്പോഴത്തേക്ക് ഒരു സ്ട്രേഞ്ചർ അവിടത്തേക്ക് വരുന്നുണ്ട്. ആ സ്ട്രേഞ്ചർ വന്നിട്ട് എന്താണ്, ഫസ്റ്റ് അദ്ദേഹത്തിനെ കാണുമ്പം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹം പറയുന്നുണ്ട്, എനിക്ക് ജ്യോതിഷീര് ഇങ്ങോട്ട് കാര്യങ്ങൾ ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടില്ല, ഞാൻ പറയുന്ന സ്ട്രേഞ്ചർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ മാത്രം തന്നാൽ മതി എന്ന് പറയുന്നുണ്ട്. അപ്പോ ജോൾസി എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ചു നേരം ചിന്തിച്ചിരിക്കുന്നുണ്ട്. പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്, വില പേശുന്നുണ്ട്. ഇപ്പോ ഞാൻ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ ആണ് എങ്കിൽ ഒരു പൈ എങ്കിലും നിങ്ങൾ എന്താ 3 പൈ 3 പൈ വെച്ചിട്ട് എനിക്ക് തരണം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ സമ്മതിച്ചിട്ട് ഇരിക്കുമ്പോഴത്തേക്ക് ഈ സ്ട്രേഞ്ചർ പിന്നെ ഉടനെ തന്നെ സിഗരറ്റ് വലിക്കാനായിട്ട് ആരംഭിക്കുന്നു. അത് കണ്ട അസ്ട്രോളജേഴ്സ് മനസ്സിലാവുന്നു, ഇയാൾ അത്ര ശരിയല്ല, ഇയാളെ സ്വഭാവം അത്ര ശരിയല്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ ഒരു ചർച്ച അല്ലെങ്കിൽ ഈ ഒരു ജ്യോതിഷം പറയല് വേറെ ദിവസം, നാളത്തേക്കോ വേറെ ഒരു സമയത്തേക്ക് മാറ്റിവെക്കാം, ഇപ്പോൾ എനിക്ക് സമയമില്ല, പോകണം എന്ന് പറഞ്ഞ് നമ്മുടെ അസ്ട്രോളജേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, എഴുന്നേൽക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ ഈ വന്ന സ്ട്രേഞ്ചർ ആണെങ്കിൽ അതിനൊട്ടും സമ്മതിക്കുന്നില്ല. ഞാൻ പറഞ്ഞ, അതായത് ഇയാള് തെറ്റായിട്ടുള്ള ഒരു ജോത്സ്യനാണ്, അതുകൊണ്ടാണ് ഇയാൾ എന്ത് ചെയ്യുന്നത്, എഴുന്നേറ്റ് പോകാൻ നിൽക്കുന്നത്. ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻസിന് ആൻസർ തന്നതിന് ശേഷം ഇയാൾക്ക് പോകാം എന്ന നിലപാടിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. അങ്ങനെ ആ സ്ട്രേഞ്ചറും ആ ആസ്ട്രോളജേഴ്സും തമ്മിൽ ചെറിയൊരു തർക്കം, അവിടെ വാക്ക് തർക്കം ഉണ്ടാവുകയാണ്. അങ്ങനെ പറയുന്നതിന്റെ ഫലമായിട്ട് കാശ് കൂടുതൽ കൊടുക്കാമെന്നുള്ള, അതായത് അസ്ട്രോളജേഴ്സ് പറയുന്ന ഓരോന്നിനും ആൻസർ കൊടുത്താൽ കാശ് കിട്ടും. അത് കറക്റ്റ് അല്ല എങ്കിൽ എന്ത് ചെയ്യുന്നു, അസ്ട്രോളജേഴ്സ് തിരിച്ച് ഇരട്ടി കാശ്, പലിശയോട് കൂടി ഇരട്ടി കാശ് സ്ട്രേഞ്ചറിന് കൊടുക്കണം എന്ന വ്യവസ്ഥയിൽ അവരെന്ത് ചെയ്യാണ്, ആ ഒരു കാര്യം, അതായത് എന്താണ് ചോദിക്കാൻ വന്നത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് അറിയേണ്ടത് എന്ന കാര്യത്തിലോട്ട് നിൽക്കുന്നത്. സാധാരണ ഒരു ജോത്സ്യം ചെയ്യുന്നതെന്ന് വെച്ചാല് ഒരു 10 മിനിറ്റെങ്കിലും ആ കസ്റ്റമേഴ്സിന്റെ അടുത്ത് നിന്ന് കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചു വാങ്ങിയതിന് ശേഷം ആ കസ്റ്റമേഴ്സിന് സന്തോഷകരമായിട്ടുള്ള കുറച്ച് റിസൾട്ട് എന്ത് ചെയ്യുന്നു, പറഞ്ഞു കൊടുക്കണം. അതാണ് ഒരു ജ്യോതിഷൻ ചെയ്യുന്നത്. ഇദ്ദേഹം ഒരു
ഫേക്ക് അസ്ട്രോളജർ ആയതുകൊണ്ട് കുറച്ച് അനുഭവ സമ്പത്തുകളും പിന്നെ കുറച്ച് മുഖഭാവങ്ങളും പിന്നെ അതേപോലെ തന്നെ കുറച്ച് ഈ കസ്റ്റമേഴ്സ് പറയുന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് എന്താണ് ഊഹാപോഹങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവർക്ക് ചോദിക്കാനായിട്ടുണ്ട്. അതൊക്കെ ഇവരതിൽ നിന്ന് ഇട്ടെടുത്തതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത് ഈ ആൻസർ, അതായത് അസ്ട്രോളജേഴ്സ് എന്ത് ചെയ്യുന്നത് ആൻസർ കൊടുക്കുന്നത്. അതായത് ഉപഭോക്താവിന് സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങൾ. അതായത് എല്ലാവരുടെ ചോദിക്കില്ല, ഇപ്പോ ജോലി ഭാരം ഉണ്ടല്ലേ, അതിന് തക്കിയ പ്രതിഫലം കിട്ടുന്നില്ല. ചിലപ്പോ ചോദിക്കാം ഒരു പെൺകുട്ടിയെ കാരണം നിങ്ങൾ വിഷമിക്കുന്നുണ്ടോ, ഇങ്ങനത്തെ സാധാരണ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഇടുമ്പോൾ അവരെന്ത് ചെയ്യും, ഉപഭോക്താക്കള് അതിനനുസരിച്ചുള്ള ആൻസേഴ്സ് പറഞ്ഞു കൊടുക്കും. അപ്പൊ അതിനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഇട്ട് ഒരു 10 മിനിറ്റ് സംസാരിച്ചതിന് ശേഷമായിരിക്കും എന്താണ് ഈ ഒരു കസ്റ്റമേഴ്സിന് പ്ലീസ്ഡ് ആയിട്ടുള്ള ആൻസേഴ്സ് അസ്ട്രോളജേഴ്സ് പറയുന്നത്. അങ്ങനെയാണ് പൊതുവായിട്ട് ഈ അസ്ട്രോളജേഴ്സിന്റെ ഒരു ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. പക്ഷെ ഈ സ്ട്രേഞ്ചർ എന്താ പറയുന്നത്, നിങ്ങൾ എന്നോട് എന്ത് ചെയ്യാൻ പാടില്ല, ഒരു ക്വസ്റ്റ്യൻസും ചോദിക്കാൻ പാടില്ല, ഞാൻ പറയുന്ന ക്വസ്റ്റ്യൻസിന് നിങ്ങൾ എന്ത് ചെയ്യുക, ആൻസർ ചെയ്യുക. അങ്ങനത്തെ ഒരു എഗ്രിമെന്റിൽ രണ്ടുപേരും തമ്മിൽ സംസാരിക്കുമ്പോഴത്തേക്ക് ഈ സ്ട്രേഞ്ചർ ഒന്ന് ഭക്തിയോടുകൂടി ഒന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം ആദ്യമായിട്ട് ഒരു കാര്യം പറയുകയാണ്. നിങ്ങളുടെ പേര് ഗുരുനായകൻ എന്നല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ആ ഒരു പേര് കേൾക്കുമ്പോഴത്തേക്ക് അസ്ട്രോളജേഴ്സ് നല്ലതുപോലെ അത്ഭുതപ്പെടുന്നുണ്ട്. എൻ്റെ പേരും പറഞ്ഞു. അതിന് ശേഷം പറയുന്നുണ്ട്, നിങ്ങളുടെ ഒരു ഗ്രാമത്തിന്റെ പേര് പറഞ്ഞിട്ട് നിങ്ങളുടെ ആ ഗ്രാമത്തില് നിങ്ങൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, അതായത് നല്ല കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളെ ഒരാള് നെഞ്ചിൽ കുത്തി മുറിവേൽപ്പിച്ചിട്ടുണ്ട്. അതും കൂടാതെ ആ വ്യക്തി എന്ത് ചെയ്യുന്നുണ്ട്, മുറിവേൽപ്പിച്ച ഈ സ്ട്രേഞ്ചറിനെ കിണറ്റിലേക്ക് തള്ളിയിടുകയും ചെയ്തിട്ടുണ്ട് അല്ലേ എന്ന് ആര് ചോദിക്കുന്നു, സ്ട്രേഞ്ചറിന്റെ അടുത്ത് നമ്മുടെ അസ്ട്രോളജിസ്റ്റ് ചോദിക്കുകയാണ്. അപ്പോൾ തന്റെ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവം ഇത്ര ആ പേരോടുകൂടിയും കറക്റ്റ് ആയിട്ടും കൂടെ അസ്ട്രോളജിസ്റ്റ് പറയുമ്പോഴത്തേക്ക് സ്ട്രേഞ്ചറിനെ മനസ്സിലാവുന്നുണ്ട്, ഇദ്ദേഹം നല്ല ഒരു ഫേക്ക് ഐഡന്റിറ്റി അല്ല ഇദ്ദേഹത്തിനുള്ളത്, നല്ല യഥാർത്ഥ അസ്ട്രോളജേഴ്സ് ആണ്. തന്റെ ജീവിത ചരിത്രത്തിന്റെ യഥാർത്ഥ നടന്ന സംഭവം എന്ത് ചെയ്തു, എനിക്കിവിടെ പറഞ്ഞു തന്നു. അപ്പോൾ സ്ട്രേഞ്ചേഴ്സിന് വിശ്വാസമാവുന്നുണ്ട്. അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, തന്നെ എൻ്റെ നെഞ്ചിൽ എന്താണ് കത്തി കൊണ്ടുള്ള ഒരു മുറിവുണ്ടെന്ന് പറഞ്ഞതിന് ശേഷം നമ്മുടെ സ്ട്രേഞ്ചർ ആ മുറിവ് കാണിച്ചും കൊടുക്കുന്നുണ്ട്. അപ്പൊ നടന്ന സംഭവമാണ്. അതിനുശേഷം സ്ട്രേഞ്ചർ തന്നെ പറയാണ്, അന്ന് എന്നെ കിണറ്റിൽ തള്ളിയിട്ടപ്പോഴത്തേക്ക് പുറത്ത് വേറെ അവിടെ കൂടെ പോയ ഒരാളാണ് എന്നെ രക്ഷപ്പെടുത്തിയത്, അല്ലെങ്കിൽ ഞാൻ മരിച്ചു പോയേനെന്ന് സ്ട്രേഞ്ചർ പറയുന്നുണ്ട്. എന്നിട്ട് സ്ട്രേഞ്ചർ എനിക്ക് ആ വ്യക്തിയോട് പ്രതികാരം ചെയ്യണം, അതിനു വേണ്ടിയാണ് ഞാൻ ആ സ്ഥലത്ത് നിന്ന് തെക്കോട്ട് അങ്ങോട്ട് യാത്ര തിരിച്ചത്, ആ വ്യക്തിയെ കണ്ടുപിടിക്കാനായിട്ട് എന്നും സ്ട്രേഞ്ചർ കൂട്ടിച്ചേർക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ അസ്ട്രോളജേഴ്സ് പറയാണ്, കുറച്ച് കവടിയൊക്കെ നിരത്തിയതിനു ശേഷം പറയാണ്, നിങ്ങൾ പ്രതീക്ഷിച്ച നിങ്ങളുടെ ശത്രു, അതായത് നിങ്ങളെ ഈ വിധം തള്ളിയിട്ട് ഇങ്ങനെ പരിക്കേൽപ്പിച്ച് അല്ലെങ്കിൽ ഇങ്ങനെ മരിച്ച നിലയിലോട്ട് മരിക്കാൻ തക്കതായ കാരണം ഉണ്ടാക്കിയ ആ വ്യക്തി ഒരു 4 മാസം മുൻപേ എന്ത് ചെയ്തു, മരിച്ചുപോയി. അതും എന്താണ് ദയനീയമായ ഒരു ലോറിക്കടിയിൽ കയറിയാണ് അദ്ദേഹത്തിന് മരണം സംഭവിച്ചത് എന്നുകൂടെ പറയുകയാണ് ചെയ്യുന്നത് അസ്ട്രോളജേഴ്സ്. ഈ സംഭവം കേൾക്കുമ്പോഴത്തേക്ക് സ്ട്രേഞ്ചറിന് അതിയായ സന്തോഷമുണ്ട്. എന്ന് വെച്ചാൽ എന്നെ ഇങ്ങനെ ചെയ്ത ഒരു വ്യക്തിക്ക് തക്കതായ ഒരു മരണമാണല്ലോ ദൈവം വിധിച്ചെന്നുള്ള ഒരു സന്തോഷവും ഉണ്ടായി. ആ സമയം അയാൾക്ക് ആ ഒരു മരണം കിട്ടിയതിൽ എന്താണ് അങ്ങേയറ്റം എന്ത് ചെയ്തു, സന്തോഷവാനായി സ്ട്രേഞ്ചർ മാറുകയും ചെയ്തു. ഇത്രയും പറയുമ്പോഴത്തേക്ക് സ്ട്രേഞ്ചർ നമ്മുടെ അസ്ട്രോളജേഴ്സ് ഒന്നുകൂടെ പറയാണ്, എന്നാലും നിങ്ങൾക്ക് നിങ്ങൾ ഇതിന്റെ പേരിൽ അയാൾ നിങ്ങളെ ശല്യപ്പെടുത്താനൊന്നും എന്തായാലും മരിച്ചു കഴിഞ്ഞില്ല, അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഒരിക്കലും നിങ്ങൾക്ക് അയാളെ കൊണ്ടുള്ള ദോഷങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് അവിടെ ഇരിക്കുന്ന ചെറിയൊരു കുറി എടുത്ത് നെറ്റിയിൽ സിന്ദൂരം എടുത്ത് കയ്യിൽ കൊടുക്കുകയും പിന്നെ നെറ്റിയിലോട്ട് ഒരു കുറി വരച്ച് കൊടുത്തതിന് ശേഷം പറയാണ്, ഇനി നിങ്ങൾ ധൈര്യമായി വീട്ടിലേക്ക് പൊയ്ക്കോളാം, ഇനി ഒരിക്കലും നിങ്ങൾ തെക്ക് ഭാഗത്ത് നിങ്ങളുടെ ഗ്രാമത്തിൽ നിന്ന് തെക്ക് ഭാഗത്തോട്ട് യാത്ര ചെയ്യാതെ ഇരിക്കുക, കൂടുതൽ യാത്ര ചെയ്യരുത്, ബാക്കി നിങ്ങൾ 100 വർഷം നല്ല ആയുസ്സോടെ കൂടെ ജീവിക്കുമെന്ന് ആസ്ട്രോളജേഴ്സ് എന്ത് പറയുന്നുണ്ട്. അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, ആ സ്ട്രേഞ്ചറിന് സന്തോഷമായിട്ട് അദ്ദേഹത്തെ 12.5 കാശ് 12.5 അണ എന്ത് ചെയ്യുന്നുണ്ട് ഈ അസ്ട്രോളജേഴ്സിന് കൊടുത്തിട്ട് സ്ട്രേഞ്ചർ വളരെയധികം സന്തോഷത്തോടെ വീട്ടിലോട്ട് പോകുന്നുണ്ട്. ആസ്ട്രോളജേഴ്സ് പതിവ് പോലെ എന്ത് ചെയ്യുന്നുണ്ട്, അന്നത്തെ പരിപാടികളൊക്കെ അന്നത്തെ ദിവസത്തിനുള്ള കാശ് എന്തായാലും കിട്ടിയല്ലോ,
അതെല്ലാം കളക്ട് ചെയ്ത് അദ്ദേഹം എന്ത് ചെയ്തു, വീട്ടിലോട്ട് പോകുന്നു. വീട്ടിലേക്ക് പോകുമ്പോഴത്തേക്കും വൈഫിന്റെ കയ്യിലത്തേക്ക് ഈ കാശ് കൊടുത്തതിന് ശേഷം പറയുന്നുണ്ട്, നാളെ ശർക്കരയും തേങ്ങയൊക്കെ വാങ്ങിയതിന് ശേഷം കുഞ്ഞുങ്ങൾക്ക് എന്ത് ചെയ്യുക, മധുരപലഹാരങ്ങൾ വച്ചു കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. അദ്ദേഹം പിന്നെ ഒരു കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് അദ്ദേഹം ആലോചിക്കുകയാണ്, ആ വന്ന ഗുരുനായക് എന്ന് പറയുന്ന ആ വ്യക്തി, അതായത് ഈ അസ്ട്രോളജേഴ്സും ഗുരുനായക് എന്ന് പറഞ്ഞ വ്യക്തിയും പണ്ടേ ചെറുപ്പകാലത്ത് അവിടെ ഒരുമിച്ച് വളർന്നവരാണ്. അതായത് ഇവര് പണ്ട് ചൂതാട്ടവും മദ്യസേവയൊക്കെ ഉണ്ടായിരുന്നു രണ്ടുപേർക്ക്. അതിന്റെ ഇടയിൽ രണ്ടുപേരും തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്, വാക്ക് തർക്കം ഉണ്ടാകുമ്പോഴാണ് ഈ അസ്ട്രോളജേഴ്സ് ആരെ കുത്തി മുറിവേൽപ്പിക്കുന്നത്, നമ്മുടെ ആ ഗുരുനായക് എന്ന് പറയുന്ന ആ വ്യക്തിയെ കുത്തി മുറിവേൽപ്പിക്കുകയും ആ ഒരു എഫക്റ്റിൽ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു മദ്യത്തിന്റെ എഫക്റ്റിൽ അദ്ദേഹത്തിനെ കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, കിണറ്റിലോട്ട് തള്ളുകയും ചെയ്യുന്നുണ്ട്. അദ്ദേഹം മരിച്ചുപോയി എന്ന് പേടിച്ചിട്ടാണ് ഈ അസ്ട്രോളജേഴ്സ് അവിടെ നിന്ന് കിലോമീറ്ററുകളോ തെക്കിലോട്ട് യാത്ര ചെയ്ത് ഇന്ന് കാണുന്ന ആ സ്ഥലത്തിലോട്ട് എത്തുകയും പിന്നെ അദ്ദേഹത്തിന് ദൈനംദിന കാര്യങ്ങൾ നടന്നു പോകാൻ വേണ്ടിയാണ് ഈ ജ്യോതിഷ എന്ന് പറയുന്ന ആ ഒരു ജോലിയിലോട്ട് ഏർപ്പെടുകയും ചെയ്തത്. മനസ്സിലായോ? അപ്പോ ഇയാൾക്ക് മുമ്പ് അറിയുന്നത് ഫേക്ക് അസ്ട്രോളജേഴ്സ് തന്നെയാണ്. മുന്നേ ഇവർക്ക് ഈ പരിചയം ഉള്ളത് കൊണ്ടാണ് എന്ത് ചെയ്തത്, അസ്ട്രോളജേഴ്സ് സ്ട്രേഞ്ചറിനെ കുറിച്ച് ഇത്ര വിശദമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തത്. അപ്പൊ അതാണ് ഇദ്ദേഹത്തിന്റെ ഒരു ജയം. അതായത് അസ്ട്രോളജേഴ്സും ഈ നമ്മുടെ സ്ട്രേഞ്ചറും തമ്മിലുള്ള ആ ഒരു റിലേഷനാണ് ഇദ്ദേഹത്തിന് ആ ഒരു അനുഭവം പറയാനും സ്ട്രേഞ്ചർ വിശ്വസിക്കാനും എന്നത്തെയുമായിട്ടുള്ള ശത്രുത മാറ്റിവിടാനും സാധിച്ചത്. ഈ അസ്ട്രോളജേഴ്സിന് അവിടെ നിന്ന് ഓടി വന്നതിന് ശേഷം ഒരു ദിവസം പോലും ഒരു കുറ്റബോധം ഇല്ലാതെ ഉറങ്ങേണ്ട അവസ്ഥ. അതായത് താൻ ഒരാളെ കൊന്നു എന്നുള്ള ചിന്തയിലാണ് എന്ത് ചെയ്തത്, ഇത്ര വർഷവും അസ്ട്രോളജേഴ്സ് ജീവിച്ചത്. പക്ഷേ ഇന്നത്തെ ഈ സംഭവത്തോടു കൂടി അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു മനസ്സിന്റെ ആ തോന്നൽ, അതായത് അയാൾ ജീവിച്ചിരിപ്പുണ്ട്, നല്ല നിലയിൽ ജീവിച്ചിരിപ്പുണ്ടെന്ന് തോന്നുകയും അദ്ദേഹത്തിന്റെ മനസ്സിന്റെ കുറ്റബോധം മാറുകയും അദ്ദേഹത്തിന് ഇന്ന് നന്നായിട്ട് ഉറങ്ങാൻ പറ്റും എന്നുള്ള ചിന്ത വരികയും അസ്ട്രോളജേഴ്സിന് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് തന്നെയാണ് നമ്മുടെ ഈ ഇതിൽ ഒരു ദിവസം, അതായത് ഒരു അസ്ട്രോളജേഴ്സിന് ഒരു ഫേക്ക് ഐഡന്റിറ്റിയിൽ അറിയപ്പെടുന്ന അസ്ട്രോളജേഴ്സ് ഒരു ദിവസം എങ്ങനെ, അദ്ദേഹത്തിന്റെ ഒരു ദിവസത്തെ ഈ ഒരു കഥയാണ് നമുക്ക് ആര് പറഞ്ഞു തരുന്നത്, R.K. നാരായണൻ എന്ന് പറഞ്ഞ റിനൗണ്ട് ഫേമസ് ഇന്ത്യൻ റൈറ്ററായ R.K. നാരായണൻ നമുക്ക് അസ്ട്രോളജേഴ്സ് ഡേ എന്ന് പറയുന്ന ചാപ്റ്റേഴ്സിലൂടെ പറഞ്ഞു തരുന്നത്. ഇതാണ് ഇതിന്റെ സമ്മറി എന്ന് പറയുന്നത്. മനസ്സിലായി കാണുമല്ലോ? ഓക്കെ. അപ്പോൾ ആരാണ് ഇതിന്റെ റിട്ടേൺ, ആരാ എഴുതിയത്, ഫേമസ് അസ്ട്രോളജേഴ്സ് ഡേ ഇസ് എ ഷോർട്ട് സ്റ്റോറി. ഓക്കെ, ഷോർട്ട് സ്റ്റോറി കുറച്ച് സെൽഫിഷ് വരുന്നില്ലേ, ഒത്തിരി ത്രില്ലർ ആയിട്ട് വരുന്നില്ലേ അല്ലെ? അപ്പോൾ കുറച്ച് ഐറണി എല്ലാം കൂടെ കലർന്ന ഒരു ഷോർട്ട് സ്റ്റോറിയാണ് ഇത്. ഒരു ഫേമസ് റിനൗണ്ട് നമ്മുടെ ഫേമസ് ഇന്ത്യൻ റൈറ്ററായ R.K. നാരായണൻ എന്ന് പറയുന്ന ആ ഒരു ഷോർട്ട് സ്റ്റോറി റൈറ്റർ എഴുതിയതാണ് ഈ ഒരു പാഠഭാഗം. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഞാനിതിൽ 5 ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ പാഠഭാഗത്ത് നമുക്ക് പഠിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഒരു 5 ഞാൻ ബ്രീഫായിട്ടൊന്ന് പറഞ്ഞുതരാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വാട്ട് ആർ ദ പ്രൊഫഷണൽ എക്യുപ്മെന്റ്സ് യൂസ്ഡ് ബൈ ദ പ്രൊട്ടാഗണിസ്റ്റ് ടു അറ്റാക്ക് ഹിസ് കസ്റ്റമേഴ്സ്? എന്താണ്, എന്തൊക്കെ എക്യുപ്മെന്റ്സ് വെച്ചിട്ടാണ് നമ്മുടെ പ്രൊട്ടാഗണിസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്, മുഖ്യ കഥാപാത്രം അല്ലെങ്കിൽ എന്താണ്, നായകൻ അല്ലെ, നമ്മുടെ കഥാകാരൻ അല്ലെങ്കിൽ നമ്മുടെ കലാകാരൻ, അദ്ദേഹം എന്തൊക്കെ എക്യുപ്മെന്റ്സ് വെച്ചിട്ടാണ് അവിടെ എന്ത് ചെയ്തത്, നമ്മുടെ കസ്റ്റമേഴ്സിനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്നത്? മീൻസ് എന്താണ്, ഒരു ജ്യോതിഷൻ എന്ന് പറയുന്നത് നമ്മുടെ മുഖ്യ കഥാപാത്രം ആരാ, ജ്യോതിഷനാണ്. അപ്പൊ അദ്ദേഹം എന്തൊക്കെ എക്യുപ്മെന്റ്സ് വെച്ചിട്ടാണ് നമുക്ക് ഈ ഒരു, അതായത് ഈ ഒരു പാഠത്തിൽ എന്തൊക്കെ എക്യുപ്മെന്റ്സ് ആണ് ജ്യോതിഷന്റെ കയ്യിലുണ്ടായിരുന്നത് കസ്റ്റമേഴ്സിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്? അതാണ് നോക്കിക്കോളൂ. അതില് എ ഡസൻ ക്രൗണി ഷെൽസ്, ഒരു ഡസൻ എന്താണ് ക്രൗണി ഷെൽസുകൾ ഉണ്ടായിരുന്നു. പിന്നെ എന്താണ്, എ സ്ക്വയർ പീസ് ഓഫ് ക്ലോത്ത് വിത്ത് എ obscure mystic chat on its, പിന്നെ നോട്ട്ബുക്ക് ഉണ്ടായിരുന്നു, അതിന്റെ ബണ്ടിൽ ഓഫ് പാൽമേറി റൈറ്റിംഗ്സ്. എന്തൊക്കെ ഉണ്ടായിരുന്നു? ഡസൻ ഓഫ് ക്രൗണി ഷെൽസ് മീൻസ് ഞാൻ പറഞ്ഞു കക്കയുടെ അല്ലെ, നമ്മൾ ആ പലകയിലൊക്കെ നീക്കി വെക്കുന്ന ഒരു സംഭവം അല്ലെ ഷെൽസ്, അതുണ്ടായിരുന്നു. പിന്നെ എന്താണ്, സ്ക്വയർ ഓഫ് പീസ് ഓഫ് ക്ലോത്ത് അല്ലെ, ഒരു സ്ക്വയർ നമുക്ക് അത് വരച്ചതിന് ശേഷമാണ് അതിനകത്ത് എന്താണ് കുറച്ച് മിസ്റ്റീരിയസ് ആയിട്ടുള്ള ചിഹ്നങ്ങളും ചിത്രങ്ങളും ഒക്കെ ഉണ്ട് അല്ലെ, ആ സംഭവം ഉണ്ടായിരുന്നു. അത് വിരിച്ചതിന് ശേഷമാണ് ഈ ഷെൽസ് ഒക്കെ നിരത്തി വെക്കുന്നത് അല്ലെ, കണ്ടിട്ടില്ലേ? അതുണ്ടായിരുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ അടുത്ത് എന്തോ ഉണ്ടായിരുന്നു, ഒരു നോട്ട്ബുക്ക് ഉണ്ടായിരുന്നു. പിന്നെ എന്താ ഉണ്ടായിരുന്നേ, നമുക്ക് നോട്ട്ബുക്ക് ആൻഡ് എ ബണ്ടിൽ ഓഫ് പാൽമേറി റൈറ്റിംഗ്സ് അല്ലെ, കുറച്ച് പനയോല, പാം ട്രീസിന്റെ പനയോല ഗ്രന്ഥങ്ങൾ എന്ന് പറയില്ല, അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച്, എന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന് ജ്ഞാനമുണ്ട്, അദ്ദേഹം ഒരു യഥാർത്ഥ ജ്യോതിഷനാണ് എന്ന് പറയുന്ന എക്യുപ്മെന്റ്സിന്റെ കൂട്ടത്തിൽ ഇതും ഉണ്ടായിരുന്നു. ഓക്കെ, അതാണ് ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് എഴുതിയിട്ടുള്ളത്. അപ്പൊ മനസ്സിലായല്ലോ എന്താ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ പ്രൊഫഷണൽ എക്യുപ്മെന്റ്സ് യൂസ്ഡ് ബൈ ദ പ്രൊട്ടോഗണിസ്റ്റ് ടു അറ്റാക്ക് ഹിസ് കസ്റ്റമേഴ്സ്? ഓക്കെ, എന്താ ആൻസർ? എ ഡസൻ ക്രൗണി ഷെൽസ്, എ സ്ക്വയർ പീസ് ഓഫ് ക്ലോത്ത് വിത്ത് obscure mystic chat on it,
എ നോട്ട്ബുക്ക് ആൻഡ് എ ബണ്ടിൽ ഓഫ് പാൽമേറി റൈറ്റിംഗ്സ്. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഹൗ ഡിഡ് ദ അസ്ട്രോളജർ സാറ്റിസ്ഫൈ ഹിസ് ക്ലയന്റ്? എങ്ങനെയാണ് ഒരു അസ്ട്രോളജർ ക്ലയന്റിനെ, അതായത് വരുന്ന ഉപഭോക്താവിനെ സാറ്റിസ്ഫൈഡ് ചെയ്തത്? അത് എങ്ങനെയൊക്കെയാണ് ഒരു ക്ലയന്റ്, നമ്മളിപ്പോ ഒരു ജ്യോതിഷന്റെ അടുത്ത് പോകുമ്പോഴത്തേക്ക് നമ്മൾ കരഞ്ഞുകൊണ്ടാണോ ഇറങ്ങി വരുന്നത്? മിക്കവരും ഇല്ല, നമുക്ക് സന്തോഷം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് അതിനുള്ള പ്രതിവിധികളൊക്കെ ചെയ്തു തരും അല്ലെ. അപ്പോൾ എന്താണ് ഒരു ക്ലയന്റിന് വേണ്ടിയിട്ട് ഒരു ക്ലയന്റിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അസ്ട്രോളജേഴ്സ് എന്തൊക്കെ കാര്യങ്ങൾ, ഹൗ ഡിഡ് എന്തൊക്കെയാണ് ചെയ്യുന്നത് നോക്കിക്കോളൂ. വി വുഡ് ആൾവേസ് സേ റിലേറ്റബിൾ തിങ്സ് വിച്ച് പ്ലീസ്ഡ് ഹിസ് കസ്റ്റമേഴ്സ്. His strategy was to let a customer speak for at least 10 minutes that gave him enough stuff for a variety answers. എന്തൊക്കെയാണ് നോക്കൂ. വി വുഡ് ആൾവേസ് സേ റിലേറ്റബിൾ തിങ്സ് വിച്ച് പ്ലീസ് ഹിസ് കസ്റ്റമർ. ഉപഭോക്താവിന് സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങൾ പറയുക. ഒന്നാമത്തെ കാര്യം എന്താണ്? കസ്റ്റമേഴ്സിന് ആ സന്തോഷകരം പ്ലീസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം അവരുമായി എന്ത് ചെയ്യുന്നു? 10 മിനിറ്റ് എങ്കിലും സംസാരിക്കുക അല്ലെ. നമ്മളുമായിട്ട് 10 മിനിറ്റ് സംസാരിച്ചതിന് ശേഷം നമ്മുടെ കാര്യങ്ങളൊക്കെ കുറച്ച് അയാൾക്ക് മനസ്സിലാവും. എന്നിട്ട് അതിനെ വെച്ചിട്ടുള്ള ഊഹാപോഹങ്ങൾ വെച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുക? അവര് അത് നമ്മുടെ ആസ്ട്രോളജിസ്റ്റ് പറയുന്നത് എന്താണ്? കുറച്ച് റിലേറ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് പിന്നെ എന്താണ് 10 മിനിറ്റ് നമ്മളെ കുറിച്ച് സംസാരിക്കും. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഹിസ് സ്ട്രാറ്റജി വാസ് let to customer speak for at least 10 minutes that gave him enough stuff for variety answer. ഒരു 10 മിനിറ്റ് സംസാരിക്കുക എന്നുള്ളത് അവരുടെ ഒരു തന്ത്രമാണ്, സ്ട്രാറ്റജിയാണ് അല്ലെ. അപ്പൊ അത് സംസാരിച്ചതിന് ശേഷം പിന്നീടാണ് നമുക്ക് കസ്റ്റമേഴ്സിന് റിലീഫ് നൽകുന്നത്, അല്ലെങ്കിൽ അതിന് നമുക്ക് പ്ലീസ്ഡ് ആയിട്ടുള്ള ആൻസേഴ്സ് ഒക്കെ, എന്തെങ്കിലും സ്റ്റഫിങ് ആൻസേഴ്സ് ഒക്കെ അവരെന്ത് ചെയ്യും? നമുക്ക് പറഞ്ഞു തരും. ഇതാണ് ഒരു ക്ലയന്റിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആസ്ട്രോളജേഴ്സ് കണ്ടെത്തിയ കുറച്ച് എന്താണ് കാര്യങ്ങൾ. ഓക്കെ, അടുത്ത നോക്കിക്കോളും. ഹൗ മച്ച് ഫീ ഡിഡ് അസ്ട്രോളജേഴ്സ് ചാർജ് പെർ ക്വസ്റ്റ്യൻസ്? ഒരു ക്വസ്റ്റ്യന് എത്ര ക്യാഷ് ആണ്, ഫീ ആണ് അദ്ദേഹം ചാർജ് ചെയ്തതെന്നാണ് അതിന് എഴുതിയിരിക്കുന്നത്. 3 പൈസ് പെർ ക്വസ്റ്റ്യൻസ്. ഒരു ക്വസ്റ്റ്യന് 3 പൈ അല്ലെ. അദ്ദേഹം സ്ട്രേഞ്ചർ വരുമ്പോൾ പറ്റില്ല, ഒരു ക്വസ്റ്റ്യന് 3 പൈ. അതിന്റെ കറക്റ്റ് ആൻസർ ഇല്ലെങ്കിൽ തിരിച്ച് റിട്ടേൺ എന്ത് ചെയ്യണം? ഇരട്ടിയായിട്ട് തിരിച്ചു കൊടുക്കണം. 3 പൈ ആണ് ഒരു ക്വസ്റ്റ്യൻ ആൻസറിനായിട്ട് ചാർജ് ചെയ്തത്. 3 പൈ ആണ് ചാർജ് ചെയ്തത്. പിന്നെ how does the astrologers initially react upon seeing the stranger? ആ സ്ട്രേഞ്ചറിനെ കണ്ടപ്പോൾ അസ്ട്രോളജേഴ്സ് അവിടെ ഇരിക്കില്ല. ഫസ്റ്റ് ടൈമിൽ ആ സ്ട്രേഞ്ചറിനെ കണ്ടപ്പോൾ എന്താണ് നമ്മുടെ അസ്ട്രോളജേഴ്സിന് തോന്നിയതെന്നാണ്. അതായത് ആദ്യമായിട്ട് സ്ട്രേഞ്ചർ അവിടെ വന്നപ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് ഒരു അമ്പരപ്പ് കാണത്തില്ല, അത് തന്നെയാണ്. സ്റ്റാർട്ടിൽഡ് ആൻഡ് എന്താണ് വന്നിട്ടുള്ളത്? സ്റ്റാർട്ടിൽഡ് ആൻഡ് ഫിയർഫുൾ ആണ് ഫസ്റ്റ് ആ ആസ്ട്രോളജേഴ്സ് നമ്മുടെ സ്ട്രേഞ്ചറെ കണ്ടപ്പോൾ തോന്നിയത്. എന്താണ്? സ്റ്റാർട്ടിൽഡ് ആൻഡ് ഫിയർഫുൾ. സ്റ്റാർട്ടിൽഡ് ആൻഡ് ഫിയർഫുൾ ആണ് എന്തോന്ന് വെച്ചാൽ ഫസ്റ്റ് ടൈം അസ്ട്രോളജേഴ്സിന് നമ്മുടെ സ്ട്രേഞ്ചറെ കണ്ടപ്പോഴത്തേക്ക് തോന്നിയത്. ഓക്കെ, അതൊരു ക്വസ്റ്റ്യൻ. പിന്നെ നമുക്കുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്, ഡസ് ദ അസ്ട്രോളജേഴ്സ് ഹാവ് സ്പെഷ്യൽ പവേഴ്സ് ഫോർ പ്രൊഡക്റ്റിംഗ് ദ ഫ്യൂച്ചർ? ഇദ്ദേഹത്തിന് ഫ്യൂച്ചർ പ്രൊഡക്റ്റ് ചെയ്യേണ്ട, നിർണ്ണയിക്കേണ്ട കഴിവുണ്ടായിരുന്നു ഈ ഫേക്ക് അസ്ട്രോളജേഴ്സ്? നോ, അല്ല, ഒരിക്കലും ഇല്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മുടെ ന്യൂ സിലബസ് ആയതുകൊണ്ട് നമുക്ക് എന്താണ് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. പിന്നെ അതിന് കുറച്ച് താഴെയായിട്ട് കുറച്ച് ഗ്രാമർ, ടെൻസിന്റെ കുറച്ച് ഗ്രാമർ പോർഷൻ ഉണ്ടായിരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ ഗ്രാമേഴ്സ് ഒക്കെ 4-5 ചാപ്റ്റേഴ്സിലെല്ലാം ടെൻസിനെ ബേസ് ചെയ്ത് പാസ്റ്റും പ്രസന്റും ഒക്കെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതെല്ലാം ഒരു ക്ലാസ്സിലായിട്ട് ഞാൻ എന്ത് ചെയ്യാം? ഒരുമിച്ച് ആ ഗ്രാമർ പോർഷൻസിന്റെ ഒരു ക്ലാസ് എടുത്തിട്ട് തരാം. അതായത് നമ്മുടെ ഇപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ സമ്മറിയും അതിന്റെ കുറച്ച് 5 ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ നമുക്ക് ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഒരു 4-5 ചാപ്റ്റേഴ്സ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിന്റെ എല്ലാം കൂടെ എന്ത് ചെയ്യാം? ഒരു ഗ്രാമർ ക്ലാസ് ഉടനെ തന്നെ നമുക്ക് നമ്മുടെ ചാനലിലോട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഞാൻ മുമ്പ് പറയാറുള്ളത് പോലെ തന്നെ ഇത് നമ്മുടെ സമ്മറി നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഈ സമ്മറിയും ഇതിന്റെ ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ നിങ്ങളൊന്ന് റിവൈൻഡ് ചെയ്യുക. പറ്റുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക? ഇതിൽ ക്വസ്റ്റ്യൻ ആൻസർ ഞാൻ തന്നിട്ടുണ്ട്, അതൊന്ന് ജസ്റ്റ് എഴുതിയെടുക്കുക, പഠിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് രൂപത്തിൽ ചോദിക്കാം. ഓക്കെ, നമുക്ക് അടുത്ത് വേറെ ഒരു ഇംഗ്ലീഷിന്റെ പുതിയ തിയറി ക്ലാസ്സുമായിട്ട് വീണ്ടും നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം. അതുവരെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. അതുവരെ എല്ലാവർക്കും നന്ദി. താങ്ക് യു.